guys, welcome to PK Home Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോട്ടണി ചാപ്റ്റർ 1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പാർട്ട് 6 ആണ്. ഈ പാർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിവിഷൻ ആണ്. ഈ ചാപ്റ്ററിൻ്റെ റിവിഷൻ ആണ്. ഓക്കെ, സോ പാർട്ടിലോട്ട് കിടക്കാം. അതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് പാർട്ടിലോട്ട് കിടക്കാം. ഇവിടെ ഫസ്റ്റ് 2 ക്ലാസിഫിക്കേഷൻ ആൻഡ് 5 ക്ലാസിഫിക്കേഷൻ ആണ്. ഇവിടെ 2 ക്ലാസിഫിക്കേഷനും 5 ക്ലാസിഫിക്കേഷനും ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് ആവശ്യമായി വരില്ല, അത് എക്സാമിന് ചോദിക്കാറില്ല. 2 ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയായിരുന്നു? കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമാലിയ. ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? കരോളസ് ലിന്നേയസ്. ഇനി 5 ക്ലാസിഫിക്കേഷൻ 3 കിങ്ഡം കൂടിയതാണ്. അതായത് കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് ആനിമാലിയ. ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? ആർച്ച് വിറ്റാക്കർ എന്ന സയൻറ്റിസ്റ്റാണ്. ഇനി കമ്പാരിറ്റീവ് അക്കൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ 5 കിങ്ഡം, അത് പിന്നീട് പറയാം. ഇവിടെ ഈ 5 ക്ലാസിഫിക്കേഷൻ 5 മെയിൻ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ആർച്ച് വിറ്റാക്കർ എന്ന സയൻറ്റിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്, ഇതൊക്കെയാണ് ക്രൈറ്റീരിയകൾ. ഇനി കിങ്ഡം മൊനീറയിൽ 3 ടൈപ്പാണുള്ളത്. കിങ്ഡം മൊനീറയെ 3 നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആർക്കെ ബാക്ടീരിയ, യു ബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ. ആർക്കെ ബാക്ടീരിയയിൽ 3 ടൈപ്പ് ഉണ്ട്. ആർക്കെ ബാക്ടീരിയസ്, ദാറ്റ് ഈസ് ഹാലോഫൈൽസ്, തെർമോആസിഡോഫൈൽസ്, മെത്തനോജൻസ്. നമുക്കറിയാം എക്സ്ട്രീം കണ്ടീഷൻസിലാണ് അവർ താമസിക്കുന്നത്. എക്സ്ട്രീം കണ്ടീഷൻസിലാണ് അവർ ഫൗണ്ട് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ സാൾട്ട് ഏരിയാസിൽ കാണപ്പെടുന്നു. തെർമോആസിഡോഫൈൽസ് ഹോട്ട് സ്പ്രിങ്സിൽ കാണപ്പെടുന്നു. ആൻഡ് മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ അവർ ഗട്സ് ഓഫ് വുമൻ ആനിമൽസിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇനി ഇത് ഇൻഡസ്ട്രിയിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഓഫ് മീഥേൻ, ദാറ്റ് ഈസ് ബയോഗ്യാസ്. ഇനി അടുത്തത് യു ബാക്ടീരിയ, അതായത് ട്രൂ ബാക്ടീരിയ. യു ബാക്ടീരിയയിൽ 2 ടൈപ്പാണുള്ളത്, ബാക്ടീരിയ ആൻഡ് സൈനോ ബാക്ടീരിയ. അതിൽ ബാക്ടീരിയയുടെ കേസിൽ 4 ടൈപ്പ് ബാക്ടീരിയ ആണുള്ളത്. അത് ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കൊക്കസ് സ്ഫെറിക്കൽ ഷേപ്പാണ്, ബസില്ലസ് ബാക്ടീരിയ റോഡ് ഷേപ്പിലാണ്, വിബ്രിയം ബാക്ടീരിയ കോമ ഷേപ്പിലാണ്, ആൻഡ് സ്പിറില്ല സ്പൈറൽ ഷേപ്പിലാണ്. അതായത് സ്പ്രിങ് ഷേപ്പിലാണ്. റോഡ് ഷേപ്പിൽ എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ളത്, സ്പെറിക്കൽ റൗണ്ട്, കോമ ഷേപ്പിൽ നിന്ന് കോമ പോലെയുള്ളത്, സ്പൈറൽ സ്പ്രിങ് പോലെയുള്ളത്. ഇനി സൈനോ ബാക്ടീരിയക്ക് ഒരു എക്സാമ്പിളാണ് ബ്ലൂ ഗ്രീൻ ആൽഗ. സൈനോ ബാക്ടീരിയയാണ്. സൈനോ ബാക്ടീരിയയിൽ ഹെട്രോസിസ്റ്റ് ഉണ്ട്. ഹെട്രോസിസ്റ്റ് നമുക്കറിയാം എന്താണ്, ദേ ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ്. അതുകൊണ്ട് അവരെന്താണ് വിളിക്കുന്നത്? സോ ദേ ആർ കോൾഡ് ഹെട്രോസിസ്റ്റസ്. ആൻഡ് മ്യൂക്കിലേജിനസ് ജീവിതം എന്ന് പറയുന്ന ഒരു കോട്ടിങ് അതിൻ്റെ പുറത്തുകൂടെ ഉണ്ട്. പിന്നെ അതിനൊക്കെ ഒരു എക്സാമ്പിളാണ് നെസ്റ്റോക്ക് ആൻഡ് അനബീന. ഇനി അടുത്തത് മൈക്കോപ്ലാസ്മ എന്ന് പറയാൻ നമുക്കറിയാം സ്മോളസ്റ്റ് ആയിട്ട് ലിവിങ് സെല്ലാണ്. അതിന് സെൽ വാൾ ഇല്ല, ലാക്ക് സെൽ വാൾ. ഇനി വൈറസസ്, വൈറോയിഡ്സ് ആൻഡ് ലൈക്കൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇനി ഓട്ടോട്രോഫിക് ബാക്ടീരിയയും ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയും. അതായത് ബാക്ടീരിയയുടെ കേസിൽ ഓട്ടോട്രോഫിക് ബാക്ടീരിയകളിലും ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകളും ഉണ്ട്. അതിൽ ഓട്ടോട്രോഫിക് ബാക്ടീരിയ 2 ടൈപ്പാണ്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകളും ഉണ്ടാകും, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകളും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എങ്ങനെയാണ്? ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ഫ്രം ദ എനർജി ഒബ്റ്റൈൻഡ് ഫ്രം ദ സൺലൈറ്റ്. അതായത് സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് സൺലൈറ്റിൽ നിന്നാണ് എനർജി അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ദ ഓക്സിഡൈസ് വാരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസ്, അതായത് നൈട്രേറ്റ്സ്, അമോണിയ പോലെയുള്ള വാരിയസ് ആയിട്ടുള്ള ഇനോർഗാനിക് സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ് ചെയ്യുന്നു. എന്നിട്ടോ അമോണിയ ടു റിലീസ് എനർജി ഫോർ ദർ ATP പ്രൊഡക്ഷൻ ആണ്. പിന്നെ പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ റീസൈക്ലിംഗ് എലമെൻറ്റ്സ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ. ഇനി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയിൽ ദേ ഡു നോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ്. മറ്റുള്ള ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ 3 ടൈപ്പാണുള്ളത്, പാരസൈറ്റിക്, സാപ്രോഫൈറ്റിക് ആൻഡ് സിംബയോട്ടിക്. പാരസൈറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ദേ അബ്സോർബ് ഫുഡ് ഫ്രം ദ ഹോസ്റ്റ് ആൻഡ് കോസ് ഡിസീസ് ഓൺ ദ ഹോസ്റ്റ്. ഹോസ്റ്റിൽ നിന്നാണ് അവർ ഫുഡ് അബ്സോർബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഹോസ്റ്റ് രോഗങ്ങൾക്ക് കാരണമാകാം. അതായത് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ ആർ ഡിസീസസ് കോസ്ഡ് ബൈ ബാക്ടീരിയ. ഇനി സാപ്രോഫൈറ്റിക് ബാക്ടീരിയ, ദേ ലിവ് ഓൺ ദ ഡെഡ് മാറ്റേഴ്സ് ആൻഡ് അബ്സോർബ് ഫുഡ് ഫ്രം ദം.
അതായത് ഡെഡ് മാറ്റേഴ്സിലാണ് അവർ ലിവ് ചെയ്യുന്നത്. കരിയിലകൾ പോലെയുള്ള ഡെഡ് മാറ്റേഴ്സിലൊക്കെയാണ് അവർ ഉണ്ടാവുക. അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെയാണ് അവർ ഫുഡ് അബ്സോർബ് ചെയ്യുന്നത്. ഇനി സിംബയോട്ടിക് ബാക്ടീരിയ, ദേ ഫോം മ്യൂച്വലി ബെനിഫിഷ്യൽ അസോസിയേഷൻ വിത്ത് അതർ ഓർഗാനിസംസ്. എക്സാമ്പിൾ റൈസോബിയം പോലെയുള്ള ഫോംസ് ആണ് സിംബയോട്ടിക് ബാക്ടീരിയകൾ. ദേ ഫോം മ്യൂച്വലി ബെനിഫിഷ്യൽ അസോസിയേഷൻ വിത്ത് അതർ ഓർഗാനിസം. മറ്റുള്ള ഓർഗാനിസമായിട്ട് മ്യൂച്വലി ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ അസോസിയേഷൻ അവർ ഫോം ചെയ്യും. റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയയിലുള്ള ഒരു റിപ്രൊഡക്ഷനാണ് എന്ത്? ബൈനറി ഫിഷൻ. മെയിൻ ആയിട്ടുള്ള റിപ്രൊഡക്ഷനാണ് ബൈനറി ഫിഷൻ. പക്ഷേ ബാക്ടീരിയയിൽ ചില അൺഫെയറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, ചില അനുയോജ്യമല്ലാത്ത ചില കണ്ടീഷൻസിൽ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പോർസുകൾ ഉണ്ടാക്കും. ഓക്കെ, ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റ അഞ്ച് ആയിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ക്രൈസോഫറ്റ്സ്, ഡൈനോഫ്ലജെല്ലസ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈമോട്സ് ആൻഡ് പ്രോട്ടോസോൺസ്. ഇനി പ്രോട്ടോസോൺസിൻ്റെ സബ് ഡിവിഷൻസ് ആണ് അമീബോയിഡ് പ്രോട്ടോസോൺസ്, ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോൺസ്, സെലിയേറ്റഡ് പ്രോട്ടോസോൺസ് ആൻഡ് സ്പോറോസോൺസ്. ഫസ്റ്റ് ഓഫ് ഓൾ ക്രൈസോഫൈറ്റ്സ് എന്താണ്? അത് മോസ്റ്റ് ഓഫ് ദ ഫോട്ടോസിന്തറ്റിക് ആണ്, മറൈൻ ആണ്, ഫ്രഷ് വാട്ടറിലാണ് ഫൗണ്ട് ചെയ്യുന്നത്. പിന്നെ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത് ദേ ഇൻക്ലൂഡ് ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗ, അതായത് ഡെസിമേറ്റ്സ്. ഈ ഡയാറ്റംസ് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? ഓഷ്യൻസിലുള്ള ചീഫ് പ്രൊഡ്യൂസേഴ്സ്. ദാറ്റ് ഈസ് ഡയാറ്റംസ് മീൻസ് ദേ ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻസ്. പിന്നെയോ സെൽ വാൾ ഫോംസ് ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് വിച്ച് ഫിറ്റ് ടുഗദർ ആസ് ഇൻ എ സോപ്പ് ബോക്സ്. ഒരു സോപ്പ് പെട്ടി ഫിറ്റ് ചെയ്ത പോലെ ഓവർലാപ്പിംഗ് ഷെൽസ്, ടു തിൻ ആയിട്ടുള്ള കട്ടി കുറഞ്ഞ ഓവർലാപ്പിംഗ് ഷെൽസ്, അതാണ് സെൽ വാൾ ഫോമിങ്. പിന്നെ അവിടെ സെൽ വാൾ സിലിക്ക ഉണ്ട് അവയുടെ വാൾസിന്. ഇനി ഡയാറ്റംസിൽ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞത്? കാരണം ഡയാറ്റംസ് ഹാവ് ലെഫ്റ്റ് ബിഹൈൻഡ് ലാർജ് എമൗണ്ട് ഓഫ് സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഇൻ ദിയർ ഹാബിറ്റ്. അതായത് ഡയാറ്റംസ് ആയിട്ടുള്ളവർ ലാർജ് എമൗണ്ട് ഓഫ് സെൽ വാൾ ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നു. ഇനി ഡയാറ്റമേഷ്യസ് എർത്ത് ഈസ് ഗ്രാനുലർ ഇൻ നേച്ചറാണ്. പിന്നെ ഇവർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പോളിഷിങ് ആൻഡ് ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ് ആണ്. ഇനി ഡൈനോഫ്ലജെല്ലേസിൽ മറൈനാണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. പിന്നെ അവരെ പല പിഗ്മെൻറ്റിൽ കാണാം. അതായത് ദേ അപ്പിയർ യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ ഓർ റെഡ് ഇൻ കളർ. അതെന്തുകൊണ്ടാണ്? ഡിപ്പെൻഡിങ് ഓൺ ദ മേജർ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ദർ സെൽസ്. അവരുടെ സെല്ലിൽ ഉള്ള പിഗ്മെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും. യെല്ലോ പിഗ്മെൻ്റ് ആണെങ്കിൽ യെല്ലോ ആയിട്ടായിരിക്കും അവർ കാണപ്പെടുക. അങ്ങനെയാണ്. ഇനി ഇവിടെയുള്ള റെഡ് ഡൈനോഫ്ലജെല്ലേസ്, അതായത് ഒരു എക്സാമ്പിൾ ഗോണിയോലാക്സ്, അതൊരു റെഡ് ഡൈനോഫ്ലജെല്ലേസ് ആണ്. അതെന്ത് ചെയ്യും? മൾട്ടിപ്ലി റാപ്പിഡ്ലി ആൻഡ് മേക്ക് ദ സീ അപ്പിയർ റെഡ്, ദാറ്റ് ഈസ് റെഡ് ടൈഡ്സ്. അവർ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ സീ, അതായത് കടലിലൊക്കെ ഒരു ചുവപ്പ് നിറം പോലെ, ചുവപ്പ് വെള്ളം കലക്കിയതുപോലെ കാണാൻ സാധിക്കും. റെഡ് ടൈഡ്സ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അത് റെഡ് ഡൈനോഫ്ലജെല്ലേസിൻ്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ഇനി അവർക്ക് ഫ്ലജെല്ലി ഉണ്ട്, സെല്ലുലോസ് പ്ലേറ്റ് ആണ്. പിന്നെ ഡ്യൂറിങ് റെഡ് ടൈഡ് ദേ റിലീസ് ടോക്സിസ്. അവർ ഒരു ടോക്സിസ് റിലീസ് ചെയ്യും. അത് എന്തിന് കാരണമാകും? മറ്റുള്ള ഓർഗാനിസംസിനെ കിൽ ചെയ്യും. അതായത് സച്ച് ആസ് ഫിഷസ് പോലെയുള്ള മറൈൻ ആനിമൽസിനെ എന്ത് ചെയ്യും? ഈ റെഡ് ടൈഡ്സ് റിലീസ് ചെയ്യുന്ന ടോക്സിൻസ് അവരുടെ ഡെത്തിന് കാരണമാകും. ഇനി യൂഗ്ലിനോയിഡ്സിൽ അവർ പെല്ലിക്കിൾ എന്ന ഒരു ഇതുണ്ട്. അതായത് ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ. അവർക്ക് യൂഗ്ലിനോയിഡ്സിന് ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട്. അതിനെയാണ് പെല്ലിക്കിൾ എന്ന് പറയുന്നത്. പെല്ലിക്കിൾ എന്തിനാണ്? അവരുടെ ബോഡി ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ ദെയർ ബോഡി ഫ്ലെക്സിബിൾ. അതിനും ഫ്ലജെല്ലി ഉണ്ട്. ഒന്ന് ഷോർട്ടാണ്, ഒന്ന് ലോങ് ആണ്. പിന്നെ ഫോട്ടോസിന്തറ്റിക് ആണ്. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഫോട്ടോസിന്തറ്റിക്കും സൺലൈറ്റിൻ്റെ ആബ്സെൻസിൽ ഹെറ്ററോട്രോഫിക്കും ആണ്. എക്സാമ്പിൾ യൂഗ്ലീനയാണ്. പിന്നെ സ്ലൈമോട്സ് എന്ന് പറഞ്ഞാൽ അവർ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റുകളാണ്. പിന്നെ അടുത്തത് പ്രോട്ടോസോൺസ് ഹെറ്ററോട്രോഫ്സ് ആണ്. അതിൽ അമീബോയിഡ് പ്രോട്ടോസോൺ ഉണ്ട്, ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോൺ, സിലിയേറ്റഡ് പ്രോട്ടോസോൺ ആൻഡ് സ്പോറോസിസ്. അമീബോയിഡ് പ്രോട്ടോസോണിൽ പഠിക്കേണ്ടത് അവർ ഫ്രഷ് വാട്ടറിലാണ് കാണുക. അതുപോലെ തന്നെ സീ വാട്ടറിൽ അല്ലെങ്കിൽ മോസ്റ്റ് സോയിലൊക്കെ കാണപ്പെടും. ഇനി അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൂവ് ആൻഡ് ക്യാച്ച് ദെയർ പ്രീ ബൈ പുട്ടിങ് ഔട്ട് സ്യൂഡോപോഡിയ. പിന്നെ മറൈൻ ഫോംസ് ഹാവ് സിലിക്ക ഷെൽസ് ഓൺ ദെയർ സർഫസ്. എക്സാമ്പിൾ അമീബ ആൻഡ് അമീബ.
എൻഡമീബ എന്ന് പറയുന്നത് പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു പ്രോട്ടോസോണ്. ഇനി ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസസ് ദേ ആർ ഫ്രീ ലിവിങ് ഓർ പാരസൈറ്റിക് ആണ്. അവർക്ക് എന്തുണ്ട്, ഫ്ലജെല്ലയുണ്ട്. പിന്നെ സ്ലീപ്പിംഗ് സിക്നെസ് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ എ പാരസൈറ്റിക് സ്പീഷീസ് ഓഫ് ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോൾ ട്രൈപ്പാനോസോമ. അവർ സ്ലീപ്പി സിക്നെസ്, അതായത് ട്രൈപ്പാനോസോമയാണ് എന്തുണ്ടാക്കുന്നത്, ഈ സ്ലീപ്പി സിക്നെസ് എന്ന് പറയുന്ന ഡിസീസ് ഈ പാരസൈറ്റിക് സ്പീഷീസ് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നത്. ഓക്കെ. സിലിയേറ്റഡ് പ്രോട്ടോസോൺസ് ദേ ആർ സിലിയ കവേർഡ് ആണ്. അതുപോലെ തന്നെ ഓറൽ ഗ്രൂവ് കോൾഡ് പെരിസ്റ്റം. ഇവരിൽ കുറേ സിലികളുണ്ടാവും. സിലികൾ പ്രത്യേകത എന്താണ്, സിലിയ ഷോർട്ടായിരിക്കും, വളരെ ഷോർട്ടായിരിക്കും. പക്ഷേ ഫ്ലജെല്ല വളരെ ലോങ് ആയിട്ടുള്ള ഫ്ലജലുകളായിരിക്കും. ഇനി സ്പോറോസോൾസ് എന്ന് പറയുന്നത് ദേ ആർ അവരെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ ആൻ ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദെയർ ലൈഫ് സൈക്കിൾ. അതായത് പ്ലാസ്മോഡിയം അതൊരു മലേറിയൽ പാരസൈറ്റാണ്. കോസസ് മലേറിയ ഇൻ ഹ്യൂമൻ ബീങ്സ്. മലേറിയ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇനി കിങ്ഡം ഫംഗൈ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഹെട്രോട്രോഫിക് ആണ്. അതിൽ റിപ്രൊഡക്ഷൻ 3 തരമുണ്ട്. വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ, അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. പിന്നെ ഈ ഫംഗയിൽ അവരെന്താണ്, ഡീകമ്പോസേഴ്സ് ആണ്. പിന്നെ അവരുടെ ഫംഗസിൻ്റെ ബോഡി എന്ന് പറയുന്നത് മൈസീലിയമാണ്. ഫംഗസിൻ്റെ ബോഡിക്ക് പറയുന്ന പേര് മൈസീലിയം. അതുപോലെ തന്നെ മൈസീലിയത്തിൻ്റെ ഒരു ഭാഗമാണ് ഹൈഫ എന്ന് പറയുന്നത്. ഹൈഫ സെപ്റ്റേറ്റോ അല്ലെങ്കിൽ അസെപ്റ്റേറ്റോ ആകാം. അതായത് ക്രോസ് വാൾസ് ഉള്ളതോ അല്ലെങ്കിൽ ക്രോസ് വാൾസ് ഇല്ലാത്തതോ ആകാം. പിന്നെ മൾട്ടി സെല്ലാർ ആയിരിക്കാം, മൾട്ടി ന്യൂക്ലിയേറ്റ്. ഓക്കെ. പിന്നെ കോയനോസൈറ്റിക് ആണ്. അവിടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. ഫംഗൈ ഡീകമ്പോസേഴ്സ് ആണ്. ഇനി റീപ്രൊഡക്ഷനിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ, ബഡിങ് വഴിയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഡിഫറെൻറ്റ് സ്പോർസ് ലൈക്ക് കൊനീഡിയ പോലെയുള്ള സ്പോർസും ഇതിലാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതായത് സ്പൊറാഞ്ചിയോസ്പോർസ് ഓർ സൂസ്പോർസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഊസ്പോർസ്, ആസോസ്പോർസ് ആൻഡ് ബസിഡിയോസ്പോർസ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ദ സെക്ഷൽ സൈക്കിൾ ഓഫ് ഫംഗൈ ഹാസ് 3 സ്റ്റെപ്സ് ആണ് അതിലുള്ളത്. പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷൻ, അതായത് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗാമെറ്റ്സ്. കാരിയോഗമി ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ, 2 ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷൻ. മിയോസിസ്, സൈഗോട്ട് അണ്ടർഗോസ് മിയോസിസ് ടു ഫോം 4 ഹാപ്ലോയിഡ് സ്പോർസ്. സൈഗോട്ട് മിയോസിസ് പ്രോസസ്സിന് വിധേയമായിട്ട് 4 ഹാപ്ലോയിഡ് സ്പോർസുകൾ ഉണ്ടാക്കുന്നു. ഇനി ഫംഗൈൻ്റെ ഇതിൽ വരുന്നതാണ് പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ് പറഞ്ഞു. ഇനി ഫംഗൈയിൽ ക്ലാസിഫൈ ചെയ്താൽ ഫൈക്കോമൈസിസ്, ആസോമൈസിസ്, ബസിഡിയോമൈസിസ് ആൻഡ് ഡ്യൂട്ടിറോമൈസിസ്, ഇങ്ങനെ 4 കിട്ടും. അതിൽ ഫസ്റ്റ് ഫൈക്കോമൈസിസിൽ അസെപ്റ്റേറ്റ് ആണ് മൈസീലിയം. അതുപോലെ തന്നെ കോയനോസൈറ്റിക് ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ മോട്ടൈൽ സൂസ്പോർസ് ആണ് ഓർ ബൈ നോൺ മോട്ടൈൽ അപ്ലാനോസ്പോർസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ സൂസ്പോർസ് ആണ്. ആസോമൈസിസിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ കൊനീഡിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ആസോകാർപ്സ് ആണ്. ബസിഡിയോമൈസിസിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. Sexual reproduction, karyogamy and meiosis occur in the basidium, resulting in the production of 4 basidiospores. ഇനി ഡ്യൂട്ടിറോമൈസിസ്, അതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ കൊനീഡിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞു ഒരു ടേബിളുണ്ട്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 5 കിങ്ഡംസിൻ്റെ ഒരു ടേബിളാണ്. ഇതിൽ ഈ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെൽ ടൈപ്പ്, മൊനീറയുടെ സെൽ ടൈപ്പ് ഏതാണ്, പ്രോകാരിയോട്ടിക് ആണ്. ബാക്കിയുള്ള എല്ലാ കിങ്ഡംസും എന്താണ്, യൂകാരിയോട്ടിക് ആണ്. മൊനീറ മാത്രമാണ് സെൽ ടൈപ്പിൽ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ളത്. ബാക്കിയുള്ള പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയൊക്കെ യൂകാരിയോട്ടിക് ആണ്. അതുപോലെ തന്നെ സെൽവാള് മൊനീറയിൽ പ്രസൻ്റ് ആണ്. എങ്ങനെയാണ് സെൽവാള് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പോളിസാക്കറൈഡ്, അമിനോ ആസിഡൊക്കെ കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ സെൽവാള് മൊനീറയിൽ പ്രസൻ്റ് ആണ്, പ്രോട്ടിസ്റ്റയിലും പ്രസൻ്റ് ആണ്, ഫംഗയിലും പ്രസൻ്റ് ആണ്, പ്ലാന്റയിലും പ്രസൻ്റ് ആണ്, ആനിമാലയിൽ മാത്രം ആബ്സെൻ്റ് ആണ്. അപ്പോൾ സെൽവാള് മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് എന്നിവയിലേക്ക് പ്രസൻ്റ് ആണ്, ആനിമാലയിൽ ആബ്സെൻ്റ് ആണ്. ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ
മൊനീറയിൽ ആബ്സെൻ്റ് ആണ്. പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ അതിലൊക്കെ പ്രസൻ്റ് ആണ്. അതിലൊക്കെ ഉണ്ട്. ഇനി ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷൻ മൊനീറയിലും പ്രോട്ടിസ്റ്റയിലും സെല്ലുലാർ ബോഡി ഓർഗനൈസേഷൻ ആണ്. ഫംഗയിൽ മൾട്ടി സെല്ലുലാർ ഓർ ലൂസ് ടിഷ്യൂ ആണ്. പ്ലാന്റയിൽ ടിഷ്യൂ ഓർ ഓർഗൻ സിസ്റ്റം ആണ്. പിന്നെ ഓർഗൻ ആണ്. ആനിമാലിയയിൽ ടിഷ്യൂ ഓർ ഓർഗൻ സിസ്റ്റം. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷനിൽ മൊനീറയിൽ ഓട്ടോട്രോഫിക്കും ആണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. മൊനീറ ഹെട്രോട്രോഫിക്കും ആണ്. ഓട്ടോട്രോഫിക് ഏതൊക്കെയാണ്? കീമോസിന്തറ്റിക്കും ആവാം, കീമോസിന്തറ്റിക്കും ഫോട്ടോസിന്തറ്റിക്കും ആയിട്ടുള്ള ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക്കിലുള്ള കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക്കും ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്കും ഉണ്ട്. ഹെട്രോട്രോഫിക്കിൽ ഒന്നില്ല, അതായത് സിംബയോട്ടിക് ഇല്ല, ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാവാം. അതായത് സാപ്രോഫൈറ്റിക്കോ അല്ലെങ്കിൽ പാരസൈറ്റിക്കോ ആവാം. പ്രോട്ടിസ്റ്റയിൽ ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ അതിൽ ഫോട്ടോസിന്തറ്റിക് ആവാം, കീമോസിന്തറ്റിക് ഇല്ല. ഫംഗയിൽ ഹെട്രോട്രോഫിക്, അതായത് സാപ്രോഫൈറ്റിക്കോ അല്ലെങ്കിൽ പാരസൈറ്റിക്കോ ആവാം. പ്ലാന്റയിൽ ഓട്ടോട്രോഫിക് മാത്രമാണ്, അതിൽ ഫോട്ടോസിന്തറ്റിക് ആണ്. ഓട്ടോട്രോഫിക്കിൽ ഫോട്ടോസിന്തറ്റിക് വിഭാഗമാകാം. ആനിമാലയിൽ ഹെട്രോട്രോഫിക്. ഹെട്രോട്രോഫിക്കിൽ രണ്ട് തരാണ്, ഹോളോസോയിക്കോ അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക്കോ ആകാം. ഹോളോസോയിക്ക് എന്ന് പറഞ്ഞാൽ എൻഗൾഫ് ചെയ്യുന്നവ, അതായത് വിഴുങ്ങുന്നവ എന്നാണ്. സാപ്രോഫൈറ്റിക്കോ ആവാം. ഇനി വൈറസ്, വൈറോയിഡ്സ്, ലൈക്കൻസ് ആണ് പറയുന്നത്. അതിൽ വൈറസ് ഇവാനോസ്കി എന്ന സയൻറ്റിസ്റ്റ് ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് ഇൻ ടൊബാക്കോ. ഓക്കെ, ഇവിടെ രണ്ട് മൊസൈക്ക് ഉണ്ട്, ഒരു മൊസൈക്ക് ഉണ്ട്. ഓക്കെ, ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് ഇൻ ടൊബാക്കോ. Then M.W. Bacharinic. M.W. Bacharinic എന്ന സയൻറ്റിസ്റ്റ് ബാക്ടീരിയ ക്യാൻ പാസ് ത്രൂ ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ്. ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സിലൂടെ ബാക്ടീരിയക്ക് പാസ് ചെയ്യാൻ കഴിയും, കാരണം അത്രയ്ക്കും ചെറുതാണ് വൈറസ്, ബാക്ടീരിയനേക്കാൾ ചെറുതാണ്. എക്സ്ട്രാക്ട് ഓഫ് ദ ഇൻഫെക്റ്റഡ് പ്ലാന്റ് ഓഫ് ടൊബാക്കോ കുഡ് കോസ് ഇൻഫെക്ഷൻ ഇൻ ഹെൽത്തി പ്ലാന്റ്സ് ആൻഡ് കോൾഡ് ദ ഫ്ലൂയിഡ് കൊണ്ടാജിയം വിവം ഫ്ലൂയിഡം. അതായത് ഒരു ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡാണ്. അതായത് ഇൻഫെക്റ്റഡ് പ്ലാന്റിൻ്റെ എക്സ്ട്രാക്റ്റ്, അതായത് ഒരു ടൊബാക്കോയുടെ ഇൻഫെക്റ്റഡ് പ്ലാന്റ്, അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് എന്തിന് കാരണമാകും? ഹെൽത്തി പ്ലാന്റ്സിൻ്റെ ഇൻഫെക്ഷൻ കാരണം. അതിൻ്റെ ഒരു ഫ്ലൂയിഡിനെയാണ് കോണ്ടാജിയം വിവോ ഫ്ലൂയിഡം, അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഫ്ലൂയിഡ്. ഇനി പാസ്റ്റർ W.M. സ്റ്റാൻലി, അദ്ദേഹമാണ് വൈറസ് എന്ന പേര് കൊടുത്തത്. വൈറസ് എന്ന പേരിൻ്റെ അർത്ഥം വീനം ഓർ പോയിസണസ് ഫ്ലൂയിഡ് എന്നാണ്. ഇനി സ്ട്രക്ചർ എങ്ങനെയാണ്? വൈറസിന് ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ഉണ്ട്. വൈറസ് ഈസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. കൺസിസ്റ്റൻസ് ഓഫ് പ്രോട്ടീൻ കോഡ്, ഒരു പ്രോട്ടീൻ കോഡ് ഉണ്ട്, അതിനെയാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്, കോൾഡ് ക്യാപ്സിഡ്. ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ, അതിന് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അത് DNA ഓർ RNA, ഒന്നുകിൽ DNA ആവാം അല്ലെങ്കിൽ RNA. പിന്നെ വൈറസിലുള്ള ഡിസീസസ് ആണ് വംസ്, സ്മോൾ പോക്സ്, ഹെർപ്പസ്, ഇൻഫ്ലുവൻസ ആൻഡ് എയ്ഡ്സ്. പ്ലാന്റ്സിലാണെങ്കിൽ ഡിസീസ് മൊസൈക്ക് ഫോർമേഷൻ, ലീഫ് റോളിംഗ് and leaf curling and yellowing and weight clearing, dwarfing and stunted growth. ഇനി വൈറോയിഡ്സ് TO ഡൈന. വൈറസിനേക്കാളും സ്മോളർ ആണ്. വൈറോയിഡ്സ് ആർ സ്മോളർ ദാൻ വൈറസസ്. അതിൻ്റെ സ്ട്രക്ചർ ഫ്രീ RNA വിത്തൗട്ട് ന്യൂക്ലിയോ പ്രോട്ടീൻ കോട്ട്. അവർ ഫ്രീ RNA ആണ്, ന്യൂക്ലിയോ പ്രോട്ടീൻ കോട്ട് ഇല്ല. ഡിസീസ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസാണ്. ഇനി ലൈക്കൻസിൽ സിംബിയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗ ആൻഡ് ഫംഗൈ ആണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ആൽഗയുടെയും ഫംഗൈൻ്റെ ഇടയിലുള്ള സിംബിയോട്ടിക് അസോസിയേഷൻ. ഇതിൽ ഫൈക്കോബയോണ്ട് ഉണ്ട്, മൈക്കോബയോണ്ട് ഉണ്ട്. ഫൈക്കോബയോണ്ട് ആണ് ആൽഗൽ കോമ്പണന്റ്. ഫൈക്കോബയോണ്ട് ആണ് അതിൻ്റെ ഫങ്ഷൻ സിന്തസൈസസ് ഓർഗാനിക് ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്, ഫിക്സസ് നൈട്രജൻ വെൻ ഇറ്റ് ഈസ് എ സയനോബാക്ടീരിയ. ഇനി മൈക്കോബയോണ്ട് ഫംഗൽ കോമ്പണന്റ് ആണ്. മൈക്കോബയോണ്ട് അതിൻ്റെ ഫങ്ഷൻ protects the algae, absorb water and minerals for the lichen. അപ്പോൾ ഫൈക്കോബയോണ്ട് ആൽഗൽ കോമ്പണന്റ്, മൈക്കോബയോണ്ട് ഫംഗൽ കോമ്പണന്റ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ടു ഓൾ.